നീ എങ്ങനെ അത് അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അറിഞ്ഞില്ലേ അത് എവിടെന്നെങ്കിലും, അതെവിടെയെങ്കിലും അറിയും. പലരും അറിയും അത്. ചിലരെനിക്ക് മെസ്സേജ് അയക്കും, സാറ് ഭയങ്കര ദാനിയാണെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ അറിയും കൂടെ ഇല്ല. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാണ്ടാവില്ല. ആ സമയത്ത് ആ മെസ്സേജ് കാണുമ്പോൾ പ്രാന്ത്, ഈ സമയത്താണ് അതിന് ഇങ്ങനെ എന്നിട്ട് എവിടെന്നെങ്കിലൊക്കെ മാനേജ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറുത് ഒരു എമൗണ്ട് അങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. പക്ഷേ ഇപ്പം തന്നാൾ ഇവിടെ സ്റ്റേഷനോട് തന്നെ ഒരു ഓട്ടോക്കാരൻ മരിച്ചൊരു വീണിട്ട് തലയിൽ ഇതൊക്കെ ഇട്ട് അമൃതേ കിടക്കുകയാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ മോനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടാം, എൻ്റെ കൂടെ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ചിലർ 100 രൂപ അയച്ചിട്ടുണ്ട്, ചിലർ 5000, 6000 രൂപ. എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കൊടുക്കാണ്ടല്ലോ. അയ്യോ അത് ഇതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ അറിയാതെ ഒരു ജീവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുമായിരിക്കും. ഇന്നാളൊരു തിരുമേനി എൻ്റെ അടുത്ത് പരിയാനം പറ്റ അമ്പലത്തിൻ്റെ ആയതിന് പോയ സമയത്ത് മൂപ്പർ ആദ്യം ഇങ്ങനെ മൂപ്പർ മനസ്സിലായില്ല കൊണ്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തത്, സാറിൻ്റെ മേജർ റവീസ് അക്കാഡമിയിൽ പഠിച്ചതാണ് കേട്ടോ എൻ്റെ മോളെന്നത്. അത് ഞാൻ മോളെ എവിടെയെന്ന് വെച്ചു. മോൾക്ക് മെഡിക്കലി ചെറിയൊരു പ്രശ്നമായിട്ട് അവൾക്കത് കിട്ടിയില്ല മിലിറ്ററി. ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ, സാർ ആ ട്രെയിനിങ് ഉപകരിച്ചത് എവിടെയെന്ന് അറിയാം, അവളുടെ കോൺഫിഡൻസ്. അവിടെ നിന്ന് ഹൈദരാബാദിൽ എയറോസ്റ്റസ് ആണ് സാർ. അത് കേൾക്കുമ്പോണ്ടല്ലോ, നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കോൺഫിഡൻസിൽ ഒരു പെൺകുട്ടി പട്ടാളം കിട്ടിയില്ലെങ്കിലും ഒരു കരിയർ ഉണ്ടാക്കി അവള് വേറൊരു ലെവലിലേക്ക് പോയി. അതിനും കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടുതൽ പൈസയുള്ള സ്ഥലത്തേക്ക്. അതാണ്. അതുപോലെ എത്രയോ പിള്ളേർ ഞങ്ങളിപ്പം നാളൊരു പയ്യൻ, ഇത് ചിലതൊക്കെ ഞാൻ ഈ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നിനക്ക് യോഗം ഉണ്ടെങ്കിൽ നീ യൂണിഫോം ഇടും, അല്ലെങ്കിൽ നീ എത്ര ടഫാണെങ്കിലും ശരി, ചിലപ്പോൾ കിട്ടില്ല എന്ന്. ഞങ്ങളുടെ ഒരു പയ്യനുണ്ട്, ഹി വാസ് എക്സലൻറ്റ്. ഞങ്ങൾ കൊടുക്കുന്ന സമയം എൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഞാൻ 5:10 പറയുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റിൽ ഓടിയെത്തണം. ആക്ച്വൽ എക്സലൻറ്റ് ടൈമിങ് 5:30. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 5:10. 5:10 ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ഉണ്ട്, അപ്പം തന്നെ എടുത്ത് കൈ കൊടുക്കും. ഇതൊക്കെ ഇൻസെൻറ്റീവ്. ഈ പയ്യൻ 4:30 ഓടി വരിക. അപ്പോൾ ഇപ്പം പുലിയാണ്. എല്ലാ ടെസ്റ്റും പാസ്സായി, അവസാനം പാസ്സായില്ല. ഇവിടെ എല്ലാം എന്തോ ഒരു മിസ്റ്റേക്കിൽ അല്ല, ഇവൻ ഓടി വന്ന് ലാസ്റ്റ് റൗണ്ടിൽ ബോധം കെട്ട് വീണുപോയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ്. അവൻ എഴുന്നേക്കെന്ന് വിളിക്കാം, അപ്പോഴും ആൾക്കാരൊന്നും ഓടി എത്തിയിട്ടില്ല, അവൻ ഫെയിലായ. ഞങ്ങളെല്ലാവരും, എൻ്റെ ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ അനിലുണ്ട്, രാജേഷ്, എല്ലാ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും കൂടെ എൻ്റെ സാറേ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ വേഗം അറിയിച്ച് റിക്രൂട്ട്മെൻറ്റിൻ്റെ അറിഞ്ഞപ്പോൾ കോയമ്പത്തൂരിലൊരു TA ബറ്റാലിയൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട് 4 ദിവസം കഴിഞ്ഞാൽ. ഇവനി അച്ഛനെയും അമ്മയും കൂടെ നേരെ അങ്ങോട്ട് ഓടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവരെ എൻട്രോൾ ചെയ്യിപ്പിച്ച് ടെസ്റ്റ് കൊടുത്ത് ഇറക്കം പാസ്സായിട്ട് എക്സൽ ഇപ്പോൾ പാരാകമാൻഡേഴ്സിലാണ് അത്. അപ്പം നമ്മളൊരു പിള്ളേരുടെ പിറകിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം ഞാൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ 17,500 രൂപ ഫീസ് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ 18,000, ഇപ്പം 20,000 എന്തോ ആക്കിയിട്ടുണ്ടോ. ആക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അനൗൺസ് ചെയ്യും, എൻ്റെ പിള്ളേർ സെലക്ട് ആവുന്നവർ മുഴുവൻ എത്രയാണെങ്കിലും ശരി, ഇവർ പോകുന്ന ദിവസം ഇവർക്ക് ഞാൻ 2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ റീഫണ്ട് കൊടുക്കും. എന്തിനാണ്? അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും, അവർ വരുന്ന ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ഷൂസൊക്കെ ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഫീസിന് ഞാൻ പിന്നെയും പറയുമ്പോൾ അപ്പം അത് ചില സമയത്ത് 100 ആയിരിക്കും. അപ്പം എന്തായി നമുക്ക് പോകുന്ന 2,000, 2 ലക്ഷം രൂപ പോയിരിക്കും. പക്ഷേ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഈ കുട്ടിയോട് വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത പിള്ളേർ നാളെ യൂണിഫോം ഇടാൻ പോവാണ്. അതുപോലെ യൂണിഫോം ഇട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ കാണാൻ വരും. അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ്. നമ്മളൊരു സ്കൂൾ അധ്യാപകന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ ഒരു അധ്യാപകന് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ശിവരാസിനെ പിടിച്ചിട്ടുള്ള ആ ഒരു കേസ് കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പറിൽ ഫോട്ടോ വന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അവർ കെട്ടിപ്പിടുത്തത്തിനകത്ത് ഭയങ്കര അവാർഡായിരുന്നത്. ഒരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ വെറുത്തിരുന്ന ആളാണ്. എന്നോട് ബാക്ക് പഞ്ചർ അതന്നെ ബാക്ക് പഞ്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സമരം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമരപ്പന്തലിൽ ഞാൻ കൊണ്ടുപോയിട്ട് നായക്കുറിനെ പൊടി വിതറിയിട്ടു. എന്നിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ടാണ് ഇദ്ദേഹം ഇരിക്കുക. അപ്പം ചൊറിഞ്ഞിട്ടൊരു വഴിയായി നാട് മുഴുവൻ ഓടുമായിരുന്നു. നിങ്ങൾ ആരാന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് മാഷയെന്ന് പറഞ്ഞു. അന്ന് തൊട്ടിട്ട് 73 തൊട്ട് സംസാരിക്കാത്ത വ്യക്തി എന്നോട് സംസാരിച്ചപ്പോഴാണെന്നറിയാം. 91 ശിവരാസനെ പിടിച്ചതിന് ശേഷം സെപ്റ്റംബറിൽ ലീവിന് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പിന്നൊരു കെട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നടാ, നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്. അതാണ് അവാർഡ്. അപ്പം അത് ഇന്നിപ്പോൾ ഞാനൊരു ഇൻസ്ട്രക്ടറായിട്ട് നിൽക്കുകയാണ്. ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്, മേജർ റവീസ് അക്കാഡമിയുടെ ഹെഡാണ്.
അതിൽ ക്യാപ്റ്റൻ അനിലാണെങ്കിലും ശരി, രാജേഷും ഞങ്ങളുടെ കംപ്ലീറ്റ് 35-40 ഇൻസ്ട്രക്ടേഴ്സ്, വി ഫീൽ പ്രൗഡ് ആയിരിക്കും ഞങ്ങളുടെ പിള്ളേർ യൂണിഫോം ഇടുന്നത്. അല്ലാതെ എൻ്റെ പിള്ളേരെ ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ അക്കാഡമിയിലത്തെ ഒരു പിള്ളേരെ പോലും ഒരു പോലീസ് പിടിച്ചിട്ടില്ല. ഹെൽമെറ്റ് ഇല്ലാതെ പോവില്ല. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഹെയർ കട്ട് ചെയ്യിപ്പിച്ചിട്ട് നോർമലാക്കും. അപ്പം തന്നെ കണ്ടറിയാം ഏതോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്. മറ്റത് ഈ ചറപുറപ്പൊടി. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ആരോ അയച്ചെന്ന് അതിനകത്തുണ്ട് ഒരു ചെറുക്കൻ്റെ മുടി ഞാൻ ഗ്രൂപ്പിലിട്ട് കൊടുത്ത്, തേടി പിടിക്കുന്നത് ഏത് ഇതിലത്തെയാണ്, വെട്ടിച്ചിട്ട് കയറിയാൽ മതി എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിള്ളേരെ ഡിസിപ്ലിൻ. അതുപോലെ അവർക്ക് തന്നെ ഫീൽ പ്രൗഡാണ്. അവർ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു യൂണിഫോം ഇട്ടിട്ട് വരണം എന്നത്. എന്നാൽ റോട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ മേജർ രവിയുടെ അക്കാഡമിയിലാണെന്നുള്ള പറയാമല്ലോ. അപ്പോൾ അവർ ചെയ്യില്ല തെറ്റൊന്നും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും വളർത്തുന്നതും കൊണ്ടുവരുന്നതും. മേജർ രവി എന്ന സൈനികനോടാണോ മേജർ രവി എന്ന രാഷ്ട്രീയക്കാരനോടാണോ ഇപ്പോൾ സംസാരിക്കേണ്ടത്? സൈനികനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനകത്ത് കറകളഞ്ഞ സത്യങ്ങൾ മാത്രമായിരിക്കും. രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു സൈനികനായതുകൊണ്ട് ഞാനങ്ങനെ വാക്കുമാറില്ല. ഇവിടെ പണ്ട് ഒരു മലയ ചേച്ചി എന്നെക്കുറിച്ച് പറഞ്ഞു, അതിനെങ്ങനെയാണ് നുണ പറയുന്നവനല്ലേ അവൻ, അതെങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ പാർട്ടി ചാടി ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും പാർട്ടി മാറുക അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് BJPയുടെയാണ്. അതിന് മുന്നേ ഞാനൊരു സംഘപ്രവർത്തനമാണ്. ഞാൻ കുട്ടിക്കാലം തൊട്ട് ശാഖയിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് എവിടെയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കയ്യിൽ വേണമെങ്കിൽ എനിക്കൊരു രാഖി കെട്ടാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. കാരണം എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് അടക്കം അറിയാം ഞാനൊരു വർഗീയവാദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് മനുഷ്യസ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഇന്നലെ ഞാൻ ആ വല്ലപ്പുഴ സൈഡിൽ കൂടെ വരുന്ന സമയത്ത് പല മുസ്ലിം വീടുകളുടെ മുന്നിൽ നിൽക്കുന്നവരോട് ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു ശകലം തരിക്കഞ്ഞി കിട്ടുമോ എന്നുള്ളത്. കാരണം ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കിട്ടുന്ന തരിക്കഞ്ഞിയിൽ ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനൊരു മതം എന്നൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് പറയാം. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് നമ്മളിവിടെ കിടന്ന് ഒച്ചയും ഉണ്ടാക്കുന്നു. പക്ഷേ അതേ സമയത്ത് കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എന്തേ ഇവിടെ ഒരു ഒച്ചയും കണ്ടില്ലായിരുന്നു? അത് വന്ന് പാകിസ്ഥാൻ മിലിറ്റൻസ് വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് അറ്റാക്ക് ചെയ്ത് പോയ സമയത്തും. സോ ഇതൊക്കെ ഒരു പൊളിറ്റിക്സാണ്. ഞാനെന്ന പട്ടാളക്കാരനോട് ചോദിക്കണമെങ്കിൽ പട്ടാളക്കാരൻ ഇന്നും പറയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്ത് വന്ന് അത് ആരെ കൊന്നു എന്നുള്ളതല്ല. എൻ്റെ രാജ്യത്ത് വന്ന് നീ ഒരു മുസ്ലിമിനെ കൊന്നാലും അതേ വികാരം തന്നെയായിരിക്കും ഒരു ഹിന്ദുവിനെ കൊന്ന പോലുള്ള വികാരം. ക്രിസ്ത്യാനിയെ കൊന്നാലും അത് വലുത്. കാരണം അത് എൻ്റെ രാജ്യക്കാരാണ്. ഇസ്രായേലും ഇറാഖിനും ഇറാനും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിനെക്കുറിച്ച് ഇവിടെ ഒച്ചയുമ്പോഴും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ആരെയോ പ്രീണിപ്പിക്കാൻ. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുസ്ലിംസ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അതേ മുസ്ലിംസ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല, ടോളറേറ്റ് ചെയ്യില്ല. ബിക്കോസ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ളത് നമ്മൾ ഖുറാനിൽ പറഞ്ഞിട്ട് സമാധാനത്തിൻ്റെ മതം എന്നുള്ളത് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ കാണുന്ന മുഴുവൻ അങ്ങനെയുള്ള അട്രോസിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് എന്തിനിപ്പോൾ സൗദി അറേബ്യ അടക്കം അവർക്ക് എഗൻസ്റ്റായിട്ട് സംസാരിച്ചില്ലേ, അവിടെ സംസാരിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ ഈ കോപ്രായം കാണുന്ന സമയത്ത് നമുക്ക് ചിരിയാണ് വരുന്നത്. എന്തിനാണത് കാണിക്കുന്നത്?